അങ്ങനെ നടന്ന് ഞാനൊരു കാടുള്ള ഏരിയയിലെത്തിട്ടോ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. എൻ്റെ വലതുവശത്ത് എന്താ പറയുക, നമ്മുടെ ഈ വൃന്ദാവൻ ലൈക്ക് ആ ടൈപ്പ് ഓഫ് ഒരു സ്ഥലമാണ്. ഫുള്ള് കാടാണ്, നമുക്ക് ഉള്ളിൽ കയറി കാണാം. നമ്മുടെ ഷഹീദ് മർത്യരുടെ ഓർമ്മയ്ക്ക് വേണ്ടി, അനുസ്മരണത്തിന് വേണ്ടിയൊക്കെ ചെയ്തിട്ടുള്ള സാധനം അവിടെ ക്ലോസ്ഡ് ആണ്. സോ ഞാൻ അവിടേക്ക് ഒന്ന് ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടു. വിശപ്പിൻ്റെ വിളി വന്നു. നല്ല മഴയാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. കണ്ടോ, കൊടയൊക്കെ വാങ്ങി ചുവക്ക ചളിയെ ഞാൻ ഇങ്ങനെ നടക്കുക. അപ്പോൾ ഇവിടെ ഒരു കടയുണ്ട്. ഇപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യട്ടെ. സുഖം. ചുറ്റും കാടിന് നടുവിൽ ഒരു കുഞ്ഞു ഷോപ്പുകൾ. അത് ഒരു ഷോപ്പിൻ്റെ പിന്നാമ്പുറ കാഴ്ചയിലേക്കാൻ പോകണം. വേറെ ഒന്നും അല്ല കേട്ടോ, പുറകിലെ കാടാ. ആ കാട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പുറകുവശത്തുനിന്ന്. എന്നും നമ്മൾ മുന്നോട്ട് കയറേണ്ട ആവശ്യമില്ല. ചില നേരത്തെ നമ്മൾ അടുക്കള അതിലൂടെ കയറണം, എന്നാലേ നമുക്ക് ഭക്ഷണം കിട്ടുള്ളൂ. സോ ഇതാണ് ഇതിൻ്റെ അടുക്കള വശം. അപ്പോൾ ഞാൻ ഉള്ളോട്ട് കയറാൻ പോവാ. ഹലോ. അത്യാവശ്യം നല്ല വിസ്താരമുണ്ട്, സ്പേഷ്യസ് ആട്ടോ സ്ഥലം. മറ്റേ ഇത് മുളയാൻ തോന്നുന്നു, മുളയുടെ അത് വെച്ചിട്ടാ രണ്ട് സൈഡിലും നമ്മളിങ്ങനെ വോള് പോലെ കിട്ടിയേക്കണേ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഒരു ഹോളിൽ ഇല്ല, പുറത്ത് 2 ഹോളുണ്ട്. ഇവിടെ ഇങ്ങനെ 2 ഹോളാണ്, ഉള്ളിലും ഒന്നുണ്ട്. 4 പേർക്ക് ഇരിക്കാൻ പാകത്തിന് 4 സെറ്റുണ്ട് ഇവിടെ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് മദ്യപിക്കാം. ഇവിടെ ഓരോ മേശപ്പുറത്തും ബിയറിൻ്റെ കുപ്പിയൊക്കെ ഞാൻ കണ്ടു. നമ്മൾ ഭക്ഷണം കഴിക്കാവുന്നതിനെക്കൂടെ ഭക്ഷണം കഴിക്കാം. അപ്പം ഞാനിവിടുത്തെ ചേട്ടനെ കണ്ടു. ഇതാണ് നമ്മുടെ അടുക്കള. ഇവിടെയാണ് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ദീദി കുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിനുള്ള സാധനമൊക്കെ അവിടെ റെഡി ആക്കുന്നുണ്ട്. അതിനു മുമ്പ് നമ്മളിവിടുത്തെ ബയ്യുണ്ട്, ബയ്യേനെ ഒന്ന് കാണാം. ബയ്യ ആ തോ ഇതാണ് സുഭാഷ്, സുഭാഷ് ബയ്യ. നമസ്തേ. ഇപ്പോൾ ഇവരുടെ കടയിലാണ് ഞാനുള്ളത്. ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു ഇവിടെ എന്താ ഭക്ഷണം. അപ്പോൾ ചോമീൻ എന്നാ ആജ്മാന. ഇന്ന് നമ്മൾ ചോമീനാണ്, ഇവിടുത്തെ സ്പെഷ്യൽ ചോമീനാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ എന്നാ വെജും ഉണ്ട് ചിക്കനും ഉണ്ട്. ഒബ്വിയസ്ലി ഞാൻ ചിക്കൻ പ്രിഫർ ചെയ്യാണ്. അപ്പോൾ ചോമീൻ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ബയ്യുണ്ട്. കോൺ ബനാ രഹി ഹൈ? ദീദി. ടീക്കെ. ഇങ്ങരുടെ വൈഫാണ് കേട്ടോ, ദീപ ദീദിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ദീദീൻ്റെ അടുത്തിട്ട് അടുക്കളയിൽ പോയിട്ട് ഉണ്ടാക്കട്ടെ. ഹായ് ദീദി, कैसी हो? ഗുഡ്. സോ ഇതാണ് നമ്മുടെ ദീപ ദീദി. ഭയങ്കര സുന്ദരിയാണ് കേട്ടോ. बहुत खूबसूरत, बहुत सुंदर हुआ. കിടക്കട്ടെ, നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നല്ലത് കാണാൻ നമ്മൾ പറയണം. ബാക്ക് ടു നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇത് കണ്ടോ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നൂഡിൽസ്, നൂഡിൽസ് ഇവിടെ തുപ്പാന്നാട്ടോ നൂഡിൽസിന് പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സവോളയുണ്ട്, മുളകുണ്ട്, ചിക്കൻ, പിന്നെ ജിഞ്ചറുണ്ട് കേട്ടോ. സോറി, ഗാർലിക്, നമ്മുടെ വെളുത്തുള്ളിയുണ്ട്. ജിഞ്ചർ ഹേ ടീക്കെ. ഇവിടെ നമ്മുടെ കോഴിക്ക്, ചിക്കന് കുക്കുറ, നേപ്പാളി ഭാഷയിൽ കുക്കുറാക്ക മാൻസു എന്നാട്ടോ പറയാ. യാനി ഇറച്ചി, കോഴി ഇറച്ചി എന്നുള്ളത് കുക്കുറ ആണ് കേട്ടോ കോഴി. മാൻസു എന്ന് പറഞ്ഞാൽ മാംസം. और ये प्याज सेम प्याज. और ये लहसुन നമ്മുടെ വെളുത്തുള്ളി, നേപ്പാളി ലാസു. കുർസാനി ठीक है, तो शुरू करें? So let's start. ठीक है. അതെ, ആദ്യം നമ്മുടെ ചിക്കൻ നന്നായിട്ട് തിളച്ച എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട്. പച്ച ചിക്കൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ നന്നായിട്ട് കൊത്തി ചെറുതാക്കിയിട്ട് തിളച്ച എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാട്ടോ. വിത്തൗട്ട് എനി മസാല, ഒരു മസാലയില്ല, നമുക്ക് സോൾട്ട് ഒന്നുമില്ലാണ്ട് പച്ചയ്ക്ക് നമ്മളിങ്ങനെ വറുത്തെടുക്കുക. നന്നായിട്ട് വേവിക്കുന്നുണ്ട്. ചിക്കൻ അടുപ്പത്ത് നിന്ന് നന്നായിട്ട് കോരി ഇളക്കുന്നുണ്ട്. സെയിം ടൈം നമ്മുടെ തക്കാളി ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. इसको क्या बोलते हैं दीदी? टमाटर ही है. टमाटर हिंदी टमाटर. അങ്ങനെ ആയ ചിക്കനിലോട്ട് ഡയറക്റ്റ് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി, ചെറിയുള്ളി, മുളക് എല്ലാം ആഡ് ചെയ്തു കേട്ടോ. ആ 3 ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മുരിക്കുന്നുണ്ട്. ആ സെയിം എണ്ണയിൽ, സെയിം എണ്ണ ചിക്കൻ്റെ കൂടെ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ആ ഒരു ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം കൂടി സ്മെല്ലുണ്ടല്ലോ,
इंटरेस्टिंग. ओके ചേച്ചി ഇവിടെ എന്താ कैबेज इसको कैबेज ही बोलती है ना यहाँ पे. बंधा गोभी. हाँ बंधा गोभी. बंथा गोभी. बंथा गोभी in नेपाली बंथा കോപ്പി കോപ്പി ബന്ധാ കോപ്പി. അത്യാവശ്യം ഒരു നല്ല ക്വാണ്ടിറ്റി തന്നെ കാബേജ് അരിഞ്ഞിട്ടുണ്ട്. ഐ തിങ്ക് ഇനി അതും അതിലേക്ക് ഇടും. പിന്നെ ഒരു സാധനം കൂടെ എക്സ്ട്രാ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ കടല പുതർത്തിയത്. പച്ചക്കടലയാണ്, പച്ചക്കടല പുതർത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ കടൽക്കറി ഉണ്ടാക്കുന്ന പോലെ പുതർത്തി വെച്ചിട്ടുണ്ട്. മുളക് നന്നായിട്ട് എണ്ണയിൽ കിടന്ന ആ ഒരു പൊരിയുന്നതിൻ്റെ ഒരു സാധനമില്ലേ, നന്നായിട്ട് അറിയുന്നുണ്ട്, എരിവ് കയറുന്നുണ്ട്. അജ്ന ഉണ്ടോ? ആ ठीक है. कुछ 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 थोड़ा कुछ मत कुछ कुछ होता है गाइस. വീണ്ടും അജിനാമോട്ടോ. ആ ചൗമൈൻ മസാല ഇട്ട് അജിനാമോട്ടോ ഇട്ടിട്ടോ. ഇവിടെ അജിനാമോട്ടോ നിർബന്ധമാണ്, എല്ലാ കടകളിലും അജിനാമോട്ടോ ഇടുന്നുണ്ട്. ഇവർക്ക് നമ്മൾ മസാല ചേർക്കുന്ന പോലെ ഒരു ഐറ്റമാണ്. നമുക്കവിടെ ലീഗലല്ലേ, നമുക്കത് പാടില്ല, ബാൻ ചെയ്ത സാധനമാണ് അജിനാമോട്ടോ. ചെയ്യുന്ന കുറ്റകരമാണ് നമ്മുടെ നാട്ടിൽ. പക്ഷെ ഇവിടെ അതൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ലിറ്ററലി എല്ലാ ഫുഡിലും ഇവിടെ നേപ്പാളിൽ അത് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും സാധനത്തിലേക്ക് നമ്മുടെ തുപ്പ നൂഡിൽസ്, ഇവിടെ അവർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചേക്കുവാണ് നൂഡിൽസ്, സെറ്റ് ചെയ്തെടുത്ത നൂഡിൽസ്. ആ നൂഡിൽസ് അതിലേക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാണ്ടിറ്റിയിൽ ഇട്ടു. ഇതേ ആ ഒരു ഇത് കണ്ടോ, ടൂള് ഫോർക്ക് 3 ഇത് വലിയ ഫോർക്കാണ്, ബട്ട് 2 വിരലാണ് അതിലുള്ളത്. 2 വിരലുള്ള ഫോർക്ക്, അത് വെച്ചിട്ട് നന്നായിട്ട് അതിനെ ഒരു പ്രത്യേക രീതിയിൽ അവർ ഇങ്ങനെ ഷഫിൾ ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ എല്ലാം ഇളക്കി മസാല എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്യുന്ന രീതിയിൽ എല്ലായിടത്തും പുരട്ടുന്നുണ്ട്. ആ രീതിയിൽ അവരതിനെ മിക്സ് ചെയ്യുന്നു. നമ്മുടെ അവസാനമായിട്ട് അതിലേക്ക് സോയാ സോസ്, നല്ല തിക്ക് റെഡ് കളറിൽ സോയാ സോസ് അപ്ലൈ ചെയ്തു. നല്ല രീതിയിൽ അവർ ഉണ്ടാക്കുന്ന നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഒരു മലയാളിക്ക് വേണ്ടി, ഒരു നേപ്പാളി വനിത ഉണ്ടാക്കി തീർത്ത ചോമ. ചേച്ചി കാര്യം മനസ്സിലായി. ഇനി ഞാൻ കൈവച്ചത് അലമ്പാവും ചേച്ചിക്ക് മനസ്സിലായി. ചേച്ചി വന്ന് വാങ്ങി. സോ ഏകദേശം നമ്മുടെ ചോമീൻ റെഡിയായി. അവരെ കഴിക്കാൻ നല്ല ബലമാട്ടെ. എനിക്കത് പൊക്കിയിട്ട് അങ്ങ് പൊങ്ങുന്നുണ്ടായിരുന്നില്ല. ചേച്ചി കൂളായിട്ട് മണൽത്തരി എടുക്കുന്ന പോലെ എടുത്തിടുന്നു. ഓക്കെ ഓക്കെ. സോ ദ ഫുഡ് ഈസ് റെഡി. നമുക്കിനി ഇത് സെർവ് ചെയ്യണം. പ്ലേറ്റ് കൃത്യമായിട്ട് അവർ വൃത്തിയാക്കിയ സ്ഥലത്ത് വീണ്ടും അനിയൻ ഇടുന്നുണ്ട് കേട്ടോ. ഉള്ളി അരിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ പച്ച ഉള്ളി എല്ലായിടത്തും നമ്മളെ നാട്ടിലിടുന്ന പോലെ തന്നെ, ചാട്ടിലൊക്കെ ഇടില്ല, അതുപോലെ തന്നെ അവരിടുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഐറ്റം വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഐറ്റം മിൻറ്റ് ലീവ്സ്. മിൻറ്റില്ലാതെ എന്ത് ഫുഡാണ്. അതിലേക്ക് മിൻറ്റിൻ്റെ ഇലക്ക് ഇങ്ങനെ പൊട്ടിച്ച് അന്തസ്. ആ ടേസ്റ്റ് വന്നാൽ തന്നെ എല്ലാം അടിപൊളിയാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് പേഴ്സണലി കേട്ടോ മിൻറ്റ് അത്രയ്ക്ക് ഇഷ്ടം. എനിക്ക് ഇനി ആരാ വരണേ? അത് വേണമായിരുന്നു ചേച്ചി. പച്ചമുളകും പച്ചക്കറി അറിയുന്നുണ്ട് ചേച്ചി. അതും കുനുകുനാന്ന് പറഞ്ഞ അരിയാണ്. ഇപ്പോൾ ഉള്ളിയായി, ക്യാബേജായി, മിൻറ്റ് ലീവ്സായി, പച്ചമുളകായി. ഇത്രയും സാധനങ്ങൾ വളരെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കുള്ള നമ്മുടെ ചോമീൻ സെർവ് ചെയ്യാണ് കേട്ടോ ദീദി. അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല ക്വാണ്ടിറ്റിയിലായിട്ട് അവരുണ്ടാക്കിയത് ഞാൻ ചോദിച്ചപ്പോൾ.
പക്ഷെ നന്നായിട്ടുണ്ട്. എനിക്ക് വേണ്ടി ചിക്കൻ തരിക. ചേച്ചിക്ക് മനസ്സിലായി ഞാൻ ചിക്കൻ കൊതിച്ചാണ്. ചിക്കനൊക്കെ തിരഞ്ഞെടുത്ത് തരുന്നുണ്ട്. മണം കിട്ടിയപ്പോഴേ വായിൽ വെള്ളം ഊറുന്നു. അത്രയും നല്ല മണം. അജിനോമോട്ടോൻ്റെ റീസണൊന്നും എനിക്കറിയില്ല, പക്ഷേ രക്ഷയില്ല, സത്യം പറയലോ. മാറ്റിക്കുക. ഫൈനലി ഒരു കട്ട് ലെമണും വെച്ചിട്ട് അതിനെ കൃത്യമായിട്ട് ഗാർണിഷ് ചെയ്തു. ഇനി എനിക്കിത് കഴിക്കണം. ക്ഷമ എന്ന് പറയുന്ന സാധനം എനിക്ക് പിന്നേ ഇല്ല. കാരണം അത്രയും നല്ല ആ മിൻറ്റിൻ്റെ മണമുണ്ടല്ലോ, ഇങ്ങനെ ആകർഷിക്കുക. എണ്ണ വയറ്റിലേക്ക് ആക്കുവതും. സോ നമുക്ക് കഴിക്കാൻ പോയല്ലോ. കഴിഞ്ഞില്ല, ഒരു അത്തോടെ ബെസ്റ്റോടെ. क्या है? अचार अचार कौन सा? टमाटरहरू ठीक है. पानीहरू हाँ बस തക്കാളിയും മുളകും ഇട്ടിട്ടുണ്ടാക്കിയ ടമാറ്റർ ആൻഡ് കുർസാനി. തക്കാളിയും മുളകും ഇട്ടുണ്ടാക്കിയ തക്കാളി ചട്നിയാണ് കേട്ടോ. അടിപൊളി, പക്ഷെ നല്ല ഇതുകൊണ്ട് കഴിക്കാൻ പോരോ. അപ്പോൾ ഏകദേശം ഞാനൊരു കാട്ടുപ്രദേശത്ത് തന്നെയായിട്ടുള്ളത്. ലിറ്ററലി ഒരു കാടാണ്. വലിയ വലിയ മരങ്ങൾ. എന്ത് മരമെന്ന് വെച്ചാൽ എനിക്ക് പറയാറില്ല, തേക്കാണ് അറിയില്ല. എന്തൊരു മരമുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിൽ പൊക്കത്തിൽ. ഞാനതിൻ്റെ അടുത്ത് ചെറിയ ശിശു. അത്രയും വലിയ മരങ്ങളാണ് ചുറ്റും. ഇത് മാത്രമല്ല കടകൾക്കപ്പുറവും കാടാണ് കേട്ടോ. നമൂന എന്നാണ് ഈ കാടിൻ്റെ പേര്. പണ്ട് ഇവിടെ ഒരു ജയിലുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടു. അത് അടച്ചിട്ടു. അപ്പം അടച്ചതിന് ശേഷം ഇവിടെ കുറേ എന്താ വെടിവെപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ശേഷം അടച്ചിട്ടു. അതിനുശേഷം അതെന്ത് ചെയ്തു, ഒരു സ്മൃതി മണ്ഡപമായിട്ടാണ് അവരിപ്പോൾ അത് കെയർ ചെയ്യുന്നത്. അപ്പം അതൊരു പാർക്കാണ്. ഇപ്പോൾ ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ സഞ്ചരിക്കാൻ ടിക്കറ്റ് എടുത്ത് കാണാനൊക്കെ പോകാം. അപ്പം അങ്ങനെ ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പം വലിയൊരു കാടാണ്, ഏക്കർ കണക്കിനുള്ളൊരു കാടാണ്. നല്ല പച്ചപ്പ്, മഴയൊക്കെ പെയ്ത് അത്യാവശ്യം ഇങ്ങനെ കരിയിലൊക്കെ നനഞ്ഞ ഇലകളായി മാറിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഭക്ഷണം. അടിപൊളി സാധനം. ഞാനിപ്പോഴും പറയാം, ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്കറിയില്ല ഇതിൻ്റെ ആക്ച്വൽ ടേസ്റ്റ് തന്നെയാണോ എന്ന്. കാരണം അജിനോമോട്ടോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ അതാവാം, അല്ലാതിരിക്കാം. വാട്ടർ ടേസ്റ്റ് അടിപൊളിയാണ്. നമ്മുടെ ചാട്ട് കഴിക്കുന്നതിൻ്റെ ഒക്കെ ഒരു ഫീൽ വരുന്നുണ്ട്. നല്ല എരിവുണ്ട്. എരിവുള്ളപ്പം കഴിക്കാനാണ്, കുടിക്കാനാണ്. നമുക്ക് വെള്ളം. ഞാനിതെല്ലാം കഴിച്ച് ഈ കാടൊക്കെ കണ്ട് ഒന്ന് ചുറ്റിക്കറങ്ങണം. എരിവൊക്കെ ഒന്ന് മാറ്റണം. പറ്റുകയാണെങ്കിൽ നമ്മുടെ ചേച്ചിക്ക് അടുപ്പ് എത്തിക്കാൻ കുറച്ച് ചുള്ളിക്കമ്പും കൊണ്ടൊക്കെ കൊടുക്കണം. അതാണ് ഇപ്പം എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. അതാകുമ്പോൾ പൈസ കൊടുക്കാണ്ട് മുങ്ങാൻ പറ്റും നമുക്കറിയാം. കാരണം ചെറിയ പൈസയും കൊണ്ടാണല്ലോ ഇറങ്ങിയത്. കറൻസി ഏകദേശം തീരാറായി. കാരണം നമ്മൾ നേപ്പാളിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഒക്കെ നോക്കാൻ എന്തായാലും ഇതൊരു തീരുമാനമാക്കിയിട്ട് നമുക്ക് കാണാം. നേപ്പാളിലെ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ നടക്കുക. ഞാൻ ചുറ്റും വയലാണ് കേട്ടോ, നെല്ലാണ് ഇതെല്ലാം. ഇത് നേപ്പാൾ എനിക്ക് തന്ന ഒരു സഹോദരൻ. ഇവിടുന്ന് എൻ്റെ കൂടെ കൂടിയതാണ്. ഞങ്ങൾ രണ്ടുപേരും നാട് മുഴുവൻ ഇതെൻ്റെ ഗ്രാമമാണ്. ഇവൻ എന്നെ മുഴുവൻ ഇവിടെ ചുറ്റിക്കറക്കി കാണിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര നല്ലൊരു മോനാട്ടോ, ഭയങ്കര സ്നേഹം തോന്നുന്നൊരു മോനാണ്.
ഭയങ്കര എന്താ പറയുക, ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അവൻ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരാളോട് എങ്ങനെ പെരുമാറണം, എന്തൊക്കെ ഏരിയയാണ് അവിടെ, എന്തൊക്കെയുണ്ട്, ലിറ്ററലി എല്ലാ ഡീറ്റെയിൽസും ഇവൻ എനിക്ക് തരുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ കുറച്ച് ദിവസമേ ആയിട്ട്, ഒരു മാസമൊക്കെ ആവുന്നേ ഉള്ളൂ ഈ നാട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട്. എന്നിട്ട് പോലും ഈ ഒരു പ്രായത്തിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും അവനറിയാം. അതൊക്കെ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവൻ കാണിക്കുന്നൊരു എന്താ പറയുക, ആ ഒരു ഇതുണ്ടല്ലോ, ആകാംക്ഷയും അല്ലെങ്കിൽ ആ ഒരു സ്നേഹമൊക്കെ ഭീകരമാണ്. കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയാം, നേപ്പാളിലെ ആൾക്കാർ ഭയങ്കര വെൽക്കമിങ് ആണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന മോൻ. അപ്പോൾ എന്താ ഞങ്ങൾ മറ്റ് ഗ്രാമങ്ങളുടെ വഴിയിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ വയലാണ്, ഞങ്ങൾ നടക്കട്ടെ. ആള് എന്നെ ഒരു വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ഇവിടെ അയൽപ്പക്കത്തുള്ള ആൾക്കാരെല്ലാം കൂടിയിരുന്ന് സംസാരിക്കുന്നൊരു സമയം കേട്ടോ, ജോലികളൊക്കെ അവസാനിപ്പിച്ച് ഇരിക്കുന്നൊരു സമയം. അപ്പം ഇവരെ കൂടി ഇരുന്ന് കുറച്ച് നേരമൊക്കെ ചിലവഴിക്കണം. ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ നോക്കണം. 2 നേരമാണ് ഇവരുടെ ഭക്ഷണം. രാവിലെ 5 മണിക്ക് ഉണ്ടാക്കിയിട്ട് 8 മണിക്ക് കഴിക്കും. പിന്നെ വൈകിട്ട് 5 മണിക്കാണ് ഒരു ഭക്ഷണം കഴിക്കണം. നമ്മളെപ്പോലത്തെ ഈ റുട്ടീനേ അല്ല. നമ്മളവിടെ എന്തായാലും 3 നേരം നാട്ടിലൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാവും, നൈറ്റ് ഡിന്നർ ഉണ്ടാവും. ഇവിടെ 2 നേരേ ഫുഡുള്ളൂ. അപ്പം അതൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചവർ ഫ്രീ ആണെങ്കിൽ 8 മണി, വൈകിട്ട് 5 മണിക്കൊരു ഭക്ഷണം. അതിന് വേണ്ടി സമയമുണ്ട്. അതുവരെ അവരോട് ഇരിക്കും, സംസാരിക്കും, അവരുടെ കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ഇരിപ്പുണ്ട് എല്ലാവരും. ഞാൻ ഇനി അടുത്ത് എന്ത് ചോദിക്കുന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ വീടും പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കാണാം അല്ലേ? നേപ്പാളിലെ വീടും പരിസരമൊക്കെ നമ്മൾ കാണുന്നുണ്ടോ? കാണാം. ചലോ, മുത്തിനെ വിടില്ല. അപ്പം ഞാനിവരുടെ അടുക്കള വരെ എത്തി. അടുക്കളയിലെത്തി നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. സീൽ റൊട്ടി എന്ന് പറയുന്ന ഒരു വിഭവമായിട്ട് ഉണ്ടാക്കാൻ പോണേ. ഷീൽ റൊട്ടി ഇവിടുത്തെ ഫേമസ് ആണ്, നമ്മളെ നേപ്പാളിലെ ഫേമസ് ആണ്. വീടുകളിൽ ഇവര് അധികം ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ്. ഈ മീറ്റാ ഹേ, മീറ്റാ ഹേ, മധുരം ഉള്ളതാട്ടോ. അപ്പം ഇത് ഇവിടുത്തെ ഷബിന, ഷബിന ഇത് അവരുടെ മദർ ഇൻ ലോ ആണ്. അപ്പൊ അവർ 2 പേരും കൂടെ ഇരുന്നിട്ടാ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അവരുടെ മോളും എൻ്റെ ഒരു 3 തലമുറ എൻ്റെ കൂടെ ഉണ്ട്. ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. कैसे बनाते हैं ये? नहीं इसमें क्या क्या है इसमें? इसमें चावल, हाँ, आटा, चीनी, അരി, ആട്ട, ഷുഗർ, ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അവരിട്ടിട്ട് നന്നായിട്ട് പാനിയാണോ, പാനി, വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊരു കണ്ട അത്യാവശ്യം നമ്മളൊരു ദോശമാവൊക്കെ ഉണ്ടാക്കുന്ന പരുവത്തിലാട്ടോ. ദോശമാവിന്റെ അതേ ഒരു പാകത്തിലാണ് അവർ അതിന്റെ ഇതുണ്ടാക്കിയുള്ളത്. മാവ് ഉണ്ടോ? ഇതാണ് നമ്മുടെ സീൽ റൊട്ടിയുടെ മാവ്. അപ്പം അമ്മയ്ക്ക് ഞാൻ കൊടുക്കുകയാണ്. ബനാലോ. അപ്പം എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. കോരിയിലെടുത്തു. പറയേണ്ട മറ്റൊരു കാര്യം, അവർ വെച്ച തവയില്ലേ, അത് ഇരുമ്പാണ്. ഇരുമ്പിന്റെ തവയിൽ അവർ വെച്ചേക്കുന്നത്. അതിന്റെ നടുഭാഗത്ത് ഒരു അവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കുക, നടുഭാഗം മാത്രം. അതിന് ചുറ്റും നമ്മൾ ഈ ഉഴുന്നുവട ഉണ്ടാക്കുന്ന പോലെ ചുറ്റും അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചെയ്തേ. അത് അങ്ങനത്തെ ഒരു ഷേപ്പിലാണ് നമ്മുടെ കയ്യിൽ വരണേ. ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷ. സീൽ റൊട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ പരത്തി ഉണ്ടാക്കുന്നൊക്കെയാണ്. പക്ഷെ എണ്ണയിൽ അത് കൃത്യമായിട്ട് ഇങ്ങനെ വട്ടത്തിൽ നടുവിലൊരു കുഴി പോലെ എടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ് അവർ. ഇതിലേക്ക് ഇടുമ്പോൾ കാണാം ശരിക്കും അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് കേട്ടാ. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, നല്ല അടുപ്പിൽ നല്ലൊരു വിറകൊക്കെ വെച്ച് കത്തിച്ചിട്ടുണ്ട്. നല്ല ബ്രൗണിഷ് കളറായി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ആദ്യത്തെ സീൽ റൊട്ടി റെഡിയാണ് കേട്ടോ. അതിപ്പം കയ്യിലെടുക്കാൻ പറ്റില്ല, കാരണം നല്ല ചൂടാണ്, മുരിഞ്ഞിരിക്കുക. അത് കാണുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നതെന്നറിയാം, നമ്മുടെ ഈ കയ്യിലൊക്കെ പിടിക്കുന്ന സാധനമില്ലേ, നമ്മുടെ വള, ഇടിവള, അതിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ നമുക്കിങ്ങനെ കിട്ടും. നല്ല ചൂടാ, നല്ല ചൂടാ. ഒരാൾക്ക് പൊള്ളുമ്പോൾ ഇരുന്ന് ചിരിക്കുക എടുത്തിരുന്നുണ്ട്. പക്ഷെ ഇതാണ് നമ്മുടെ സാധനം. നന്നായിട്ട് ബ്രൗണിഷ് കളറിൽ അവർ എടുത്തിട്ടുണ്ട്. 2 സൈഡും മാറി മാറിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രണ്ടാമത്തെ കാര്യം, അവിടെ വീണ്ടും അവർ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് ചൂടാറിയാൽ മാത്രമേ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ, ഇതാ നമ്മളെ രണ്ടാമത്തെ സീൽ റൊട്ടി റെഡി. ആവി പറക്കുക ചൂടിൻ്റെ കണ്ട. പ്ലേറ്റിൽ കാണാൻ പറ്റുന്നുണ്ട് ഓയിലിൻ്റെ ആവി ഇങ്ങനെ പറന്നിട്ട് ഇവിടെ വേറെ കളർ ഇങ്ങനെ ആവുന്നുണ്ട്. ഇതിലിപ്പോൾ ആദ്യം ഇട്ട് ഇതായിരുന്നു. ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതായിരിക്കും നമുക്ക് ടേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാന്നിരിക്കാം. വൈകുന്നേരത്തെ ചായക്ക് കൂട്ടാൻ ബെസ്റ്റാ. बहुत अच्छा बहुत अच्छा बहुत अच्छा यो अझै राम्रो हुन्छ अझै बेस्ट हुन्छ तर यो छिटो भयो नि कैसे बोलते हैं? अच्छा है राम्रो രാമ്ര രാമ്രമാ രാമ്ര അടിപൊളി. നമ്മുടെ കേക്കില്ലേ, അരിക്കേക്ക് വാങ്ങാൻ കിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ. അരിക്കേക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് ആണേ, കൊള്ളാം, അടിപൊളി. ഭക്ഷണം എൻ്റെ കയ്യിലെത്തി. നല്ല അടിപൊളി സിൽ റൊട്ടി. ഇതെല്ലാം കഴിച്ച് നല്ലപോലെ ഇവരുടെ കൂടെ സംസാരിച്ച് സമയം പോക്കിയിട്ട് എനിക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകണം. അപ്പോൾ ഇതൊക്കെ കഴിച്ച് തീർത്തിട്ട് നമുക്ക് അടുത്ത സ്ഥലത്ത് കാണാം. അങ്ങനെ നേപ്പാൾ യാത്ര ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നൊരു ദിവസം ഒരുപാട് ഞാൻ കറങ്ങി. രാവിലെ ഇറങ്ങിയതാ, ഒരുപാട് ഭക്ഷണങ്ങൾ കഴിച്ചു, ഒരുപാട് മനുഷ്യരെ കണ്ടു, കാടിനുള്ളിലൂടെ ഭക്ഷണം കഴിച്ചൊക്കെ നടന്നു. കുറച്ച് കൂടുതൽ ആനന്ദകരമാക്കിയിട്ടുണ്ട്. ഈ യാത്ര ഇനിയും അടുത്ത സ്ഥലത്തോട് തുടരണം. പുറകിൽ കാണാൻ പറ്റില്ല, അവിടെ ഒരു മലയുണ്ട്. മലയ്ക്കപ്പുറം വീണ്ടും നമ്മുടെ രാജ്യമാണ് ഇന്ത്യ. അപ്പം ഇനി മുതൽ യാത്ര അങ്ങോട്ടേക്കായിരിക്കും. അപ്പോൾ കൂടെ ഉണ്ടാവണം, നമുക്ക് അവിടെ കാണാം. സോ ദിസ് ഇസ് മീ ശ്രുതി എടശ്ശേരി പറമ്പിൽ സൈനിങ് ഓഫ് ഫ്രം അറിയാ രുചികളും കാണാ കാഴ്ചകളും ഫ്രം നേപ്പാൾ. ബൈ.